ഇന്നലെ ആക്ച്വലി ഞാനൊരു ഗസ്റ്റ് ആയിട്ട് ഇവരുടെ ഒരു അവാർഡ് സെറമണിയുടെ ഭാഗമായിട്ട് വന്നതാണ്. ബട്ട് ഐ തോട്ട് ഓൾറെഡി ഫേമസ് ആണ് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമി, എന്നാലും കുറച്ചും കൂടെ അതിൻ്റെ അതോറിറ്റി തന്നെ പറയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങളിലേക്ക് കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആവും അല്ലേ സർ? അപ്പം ഒന്ന് പറഞ്ഞു കൊടുക്കുമോ, അതായത് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമിയുടെ കോഴ്സസിനെ കുറിച്ചിട്ടൊക്കെ? സ്പീക്ക് ഈസി പ്രധാനമായിട്ടും 2 പ്ലാറ്റ്ഫോമിലൂടെയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഒന്ന് ഓൺലൈൻ ഉണ്ട്, 2 ഓഫ്ലൈൻ ഉണ്ട്. ഓക്കെ. പിന്നെ കോഴ്സുകളാണെങ്കിൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് L1, L2, L3 ഇങ്ങനെ 3 ലെവലായിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. L1 എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്ക്, അതായത് പിന്നെ എഴുത്ത് വായന ഒന്നും അറിയാത്തവർക്കാണ് L1 കോഴ്സ് കൊടുക്കുന്നത്. L2 കോഴ്സ് കൊടുക്കുന്നത് ഇംഗ്ലീഷ് അറിയാം, സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കാണ് L2 കോഴ്സ്. L3 ഓൾറെഡി ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായിരിക്കും, അവരുടെ ഫ്ലുവൻസി, ആക്സെന്റ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് L3 കോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും സ്പീക്ക് ഈസി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ. ഇതിൻ്റെ കൂടെ IELTS നമുക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്റർവ്യൂ ട്രെയിനിങ് ഉണ്ട്, ആക്സെന്റ് ട്രെയിനിങ്, ഇങ്ങനെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ. ഓക്കെ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേർക്ക്, അതായത് ഞാനിപ്പോൾ ആക്ച്വലി കാലിക്കറ്റ് ആണ്, ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസിലാണുള്ളത്. അപ്പോൾ സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രാഞ്ചസിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? സ്പീക്ക് ഈസിക്ക് കേരളത്തിൽ ഒട്ടുമിക്ക സിറ്റികളിലും ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് ഓഫ്ലൈൻ ആയിട്ട് ബ്രാഞ്ചുകളിൽ നേരിട്ട് വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പഠിക്കാം. അല്ലാത്തവർക്കാണെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ കോഴ്സ് ആണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത് ഈ വാട്സാപ്പിലൂടെ ഓഡിയോ ക്ലാസ് ആയിരിക്കും. വാട്സാപ്പിലൂടെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം? അത് ഓഡിയോ ക്ലിപ്സ് വെച്ചിട്ടായിരിക്കും. ഇത് മൊബൈൽ ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ എല്ലാം കൊടുക്കുന്നത്, HD വീഡിയോസ് ആയിട്ട്. പ്ലസ് അതിന്റെ കൂടെ അവർക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാകും. ആ ട്രെയിനറോട് അവർക്ക് എന്ത് ചെയ്യാം, സംസാരിച്ചിട്ട് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ ട്രെയിനറിന്റെ രാവിലെ അവർക്ക് ഒരു 9 മണി മുതൽ രാത്രി 11 മണി വരെ അവൈലബിൾ ആണ്. അതിന്റെ ഇടയിൽ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, സംസാരിക്കാം. വളരെ കംഫർട്ടായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ല, ഈ ഓൺലൈൻ ക്ലാസ്സുകളെ പറ്റി പറഞ്ഞപ്പോഴേ, അതായത് യൂഷ്വലി ഇപ്പം പഠിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് മാത്രമല്ല ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും, വീട്ടമ്മമാരുണ്ടായിരിക്കും. അപ്പം ഇപ്പോൾ ഒരു പേഴ്സണൽ ട്യൂട്ടർ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞു, രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 11 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ജോലിക്ക് പോകുന്നവർക്കൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യാനൊക്കെ പറ്റുമോ? അത് സമ്മതിക്കുമോ? അത് എങ്ങനെയാണത്? ഒരുപാട് ആളുകൾക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട ഡൗട്ടാണത്. പ്രത്യേക ടൈമിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം വേണ്ടത്. അതായത് അക്കാഡമി പറയുന്ന ടൈമിൽ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും? ആവശ്യമില്ല. നമ്മളിപ്പോൾ മൊബൈൽ ആപ്പിലൂടെയാണ് ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ അവർക്ക് ഏത് സമയത്താണോ ഫ്രീ ആകുന്നത് ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, വാച്ച് ചെയ്യാം. പിന്നെ ടാസ്കുകളും സംസാരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും ഈ പേഴ്സണൽ ട്രെയിനർ ഞാൻ പറഞ്ഞ ഒരു 9 to 11 അവർ ഫ്രീ ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആകുന്നത് ആ സമയത്ത് അവരായിട്ട് കോൺടാക്ട് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം ബാക്കിയുള്ള, അതായത് നമ്മളെ പോലുള്ള ആളുകളുടെ കൺവീനിയൻസിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ഇത്ര മണിക്കേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വേണ്ടി ഒരു ട്യൂട്ടർ ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ. Speak Easy, your language expert.